ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാജു ലൈഫ് ലൈറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സെയിലുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് സെയിൽസ് മേഖലയിലും ബിസിനസ് മേഖലയിലുള്ളവർക്കും തന്നെയല്ല, ജീവിതത്തിന്റെ എല്ലാ തുറകളിലുള്ളവർക്കും ഇത് സഹായകരമാകും. അതുകൊണ്ട് തന്നെ അവസാനം വരെ ഇത് കാണുക. ആദ്യമായിട്ട് ഈ ചാനലിൽ വരുന്നവർക്ക് അറിയാൻ വേണ്ടി പറയട്ടെ, ഇവിടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സെയിൽസ്, ബിസിനസ് ഡെവലപ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വിഷയം ഉപകാരപ്രദമായി എന്ന് കണ്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. സോ ലെറ്റ് us മൂവ് ടു ദ ടോപ്പിക്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിവേഴ്സ് റെഫറൽസ് എന്നാണ്. റിവേഴ്സ് റെഫറൽസ് ബിസിനസ് മേഖലയിലും സെയിൽസ് മേഖലയിലും മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. സാധാരണ രീതിയിൽ ഒരു ഹൈ എൻഡ് പ്രോഡക്റ്റ് വിൽക്കപ്പെടുന്നത് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനാണ്. അപ്പോൾ ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്താണ് നമ്മൾ ഈ റിവേഴ്സ് റെഫറൽസ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് റിവേഴ്സ് റെഫറൽസ് ടെക്നിക്സ്? ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് റെഫറൽസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്റെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റോ സർവീസോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർ, ആ ഒരു റിലേഷന്റെ ബേസിസിൽ ആ കസ്റ്റമർ എനിക്ക് അദ്ദേഹം അറിയുന്ന ചില വ്യക്തികളുടെ പേര് വിവരങ്ങൾ തരുന്നു. എന്റെ പ്രോഡക്റ്റ് അദ്ദേഹത്തിന് അവരോട് സജസ്റ്റ് ചെയ്തുകൊള്ളാൻ അയാൾ അനുമതി നൽകുന്നതാണ് റെഫറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിവേഴ്സ് റെഫറൽസ് എന്ന് പറഞ്ഞാൽ, എന്റെ കയ്യിലുള്ള ഒരു ഹൈ എൻഡ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വലിനെ ഞാൻ എന്റെ കസ്റ്റമർ എടുത്ത് പറയുന്നു. ആ കസ്റ്റമർക്ക് ആ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും എന്നുള്ള കാരണത്താൽ ഞാൻ കസ്റ്റമർ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, അതായത് സർ, എനിക്ക് ആ HNI ഒന്ന് പരിചയപ്പെടുത്തണം. അപ്പോൾ എന്റെ കഴിഞ്ഞ 2 വർഷത്തെയാകാം, 3 വർഷത്തെയാകാം, 5 വർഷത്തെയാകാം, 1 വർഷത്തെയാകാം, ഞാനും കസ്റ്റമറും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് യൂസ് ചെയ്യുന്നതിന്റെ ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കസ്റ്റമർ എന്നെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് റെഫറൽസ് എന്ന് പറയുന്നത്. സാധാരണ റെഫറൻസിൽ എനിക്ക് നേരിട്ട് കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് ചില നമ്പറുകൾ അദ്ദേഹം എനിക്ക് തരുന്നു. ആ വ്യക്തികൾ എനിക്ക് അറിയില്ല. പക്ഷെ ഇവിടെ റിവേഴ്സ് റെഫറൻസിൽ ഞാനാണ് ചൂസ് ചെയ്യുന്നത് ഏത് വ്യക്തിയാണ് എന്നെ പരിചയപ്പെടുത്തി തരേണ്ടതെന്ന്. അപ്പൊ അതുമൂലം എനിക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇദ്ദേഹത്തിന്റെ സ്വാധീനം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. എന്റെ പ്രോഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. എനിക്ക് അവിടെ സാധാരണ മറ്റ് ക്ലോസിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് ആ സെയിൽ അവിടെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിൽസിൽ ഇപ്രകാരമാണ് പറയപ്പെടുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട ഹൈ എൻഡ് പ്രോഡക്റ്റുകളെല്ലാം തന്നെ വിൽക്കുന്നത് ആ ഓർഗനൈസേഷനിലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള 20% സെയിൽസ്മാൻമാരാണ്. ആ 20% സെയിൽസ്മാൻമാരിൽ ഉപയോഗിക്കുന്ന 80% പേര് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റിവേഴ്സ് റെഫറൽസ് ടെക്നിക്സ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൈ എൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വിൽക്കാനായി നിങ്ങൾ പ്രയാസപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഈ കൊറോണയെ ബീറ്റ് ചെയ്യണമെന്ന്, കൊറോണ എഫക്റ്റിനെ ബീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ റിവേഴ്സ് റെഫറൽസ് ടെക്നിക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായും ഇതിന്റെ അഭിപ്രായങ്ങൾ, ഈ ഒരു ടെക്നിക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണുമ്പോഴേക്കും ഒരു ചെറിയ ഇടവേള. വെറുതെ ഇരിക്കുവാനല്ല, നന്മ ചെയ്യുവാൻ. ടിൽ ദെൻ, സീ യു, ഗുഡ് ബൈ.